ഹായ് ലേറ്റ് ആവും എന്തായാലും ലേറ്റസ്റ്റ് ആവും അല്ലേ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ഡയലോഗ് ആയിരുന്നു ഈ സംഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഡയലോഗ് വളരെ ഫേമസ് ആണ്. അതുപോലെ മക്കളെ എക്സാമിന് തൊട്ട് മുൻപായിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരുന്നത് വേറെ ഒന്നുമല്ല, പഠിച്ചിരിക്കരുത് നിർബന്ധമാണ്. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇല്ലാതെ ഈ ചോദ്യം ഇല്ലാതെ അല്ലെങ്കിൽ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കാതെ ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ എക്സാം പേപ്പർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ. അപ്പോൾ എന്താണ് സർപ്രൈസ് ആയിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കുറേ ദിവസമായില്ലേ സാർ ഇങ്ങനെ പിന്നാലെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ നോക്കിക്കൊള്ളടാ എന്താണ് ആ ചോദ്യം വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ മൈക്രോ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും, കൺസ്യൂമർ ഇക്വിലിബ്രിയം. എന്താ പഠിച്ചില്ലേ? കൺസ്യൂമർ ഇക്വിലിബ്രിയം. പരീക്ഷയ്ക്ക് 5 മുതൽ 8 മാർക്കിന് വരെ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും വരാറുണ്ട്. അതുപോലെ ഈ ചോദ്യം വരും മക്കളെ, നോക്കിക്കോളൂ. ചോദ്യം ഇതാണ്, കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണെന്ന് എഴുതാൻ. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന മറ്റൊരു പേരാണ് കൺസ്യൂമർ ഒപ്റ്റിമം എന്ന് പറയാറുണ്ട്. ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന്റെ ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടും, കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടുക, ഒരു ഉപഭോക്താവിന് കൂടുതൽ സംതൃപ്തി കിട്ടുന്ന പോയിന്റ് അത് കണ്ടുപിടിക്കുന്നതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നത്. സംഗതി ഇത്രയേ ഉള്ളൂ, ഒരു ഉപഭോക്താവിന് തന്റെ വരുമാനത്തിൽ പരമാവധി സംതൃപ്തി ആസ്വദിക്കാൻ കഴിയുന്നത്. എന്താണ്? സ്വന്തം വരുമാനത്തിൽ പരമാവധി സംതൃപ്തി. രണ്ട് കാര്യം കേട്ടോ. വരുമാനത്തെ വെച്ച് നമ്മൾ കാണിക്കുന്ന ഗ്രാഫ് ഏതായിരിക്കും? ബജറ്റ് ലൈൻ വെച്ചിട്ടാണ് സാറേ കാണിക്കാറുള്ളത്. പരമാവധി സംതൃപ്തി നമ്മൾ എങ്ങനെ കാണിക്കാറുള്ളത്? ഇൻഡിഫറൻസ് കർവ് വെച്ചിട്ടാണ് സാറേ നമ്മൾ കാണിക്കാറുള്ളത്. അപ്പോൾ ഈ രണ്ട് കർവുകൾ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാവുന്നത്. ഒന്ന് ബജറ്റ് ലൈനും മറ്റൊന്ന് ഇൻഡിഫറൻസ് കർവും. ഇത് രണ്ടും ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു കൺസ്യൂമർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അതിലേതൊക്കെ കർവ് വരുന്നുണ്ടെന്ന കാര്യം അല്ലേ. ഇനി ഇത് വരക്കാൻ മാത്രം പഠിച്ചാൽ മതി, വളരെ സിമ്പിളാണ്. എന്താണ് പറയുന്നത്? ബജറ്റ് ലൈൻ ഈസ് ടാൻജന്റ്. എന്താണ് നമ്മുടെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്? ഒരു കൺസ്യൂമറുടെ റവന്യൂ അഥവാ അദ്ദേഹത്തിന്റെ വരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകം, ആ ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകം വെച്ചിട്ടാണ് നമ്മൾ ബജറ്റ് ലൈൻ വരക്കാറുള്ളത്. ബജറ്റ് ലൈൻ എങ്ങനെ വരക്കാറുള്ളത് നമുക്കറിയില്ലേ? ബജറ്റ് ലൈൻ ഇങ്ങനെ വരക്കാറുള്ളത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരക്കും, BL എന്ന് പേരും കൊടുക്കും അല്ലെ, ബജറ്റ് ലൈൻ വരക്കാറുണ്ട്. അതുപോലെ ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഈ കർവിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരേപോലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അഥവാ ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഇങ്ങനെ വരക്കാറുള്ളത് അല്ലെ, IC കർവ് നമ്മൾ ഇങ്ങനെ വരക്കാറുള്ളത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവും അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ ഇക്വിലിബ്രിയം പോയിന്റ് ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ പഠിക്കേണ്ടത്, പരീക്ഷയ്ക്ക് മിക്കവാറും ഗ്രാഫ് തരാറുണ്ട്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ തരും, എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു ബജറ്റ് ലൈൻ ഇങ്ങനെ തരും. ബജറ്റ് ലൈന് പേര് കൊടുത്തിട്ടുണ്ടാവും, BL എന്നോ അല്ലെങ്കിൽ AB എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും. ഇനി അതിലൂടെ ടച്ച് ചെയ്ത് ഒന്ന് 2-3 ലൈൻസ് കൂടി തരും നിങ്ങൾക്ക്. ഒന്നുകിൽ മിക്കവാറും തരുന്നുണ്ടാവുക ഒരു ലൈൻ ഇങ്ങനെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് നമ്പർ 1 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അതേപോലെ മറ്റൊരു ലൈൻ എന്ന് പറഞ്ഞതാ ഇങ്ങനെ തന്നിട്ടുണ്ടാവും, ഇൻഡിഫറൻസ് കർവ് നമ്പർ 2 എന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇങ്ങനെ 2 ലൈൻസ് ആയിരിക്കും മിക്കവാറും തന്നിട്ടുണ്ടാവുക. ഇനി നിങ്ങളോട് എന്ത് ചെയ്യും? ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്ത് തരും, ഇവിടെ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങളോട് പറയും ഇവിടെ E എന്ന് പറയുന്ന പോയിന്റ്, അതേപോലെ ഇവിടെ P എന്നോ അല്ലെങ്കിൽ B എന്നോ C എന്നോ A എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്റ് തരാം കേട്ടോ. അതുപോലെ ഇവിടെ Q എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. എന്നിട്ടാണ് നിങ്ങളോട് പറയാം കൺസ്യൂമർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനാണ് പറയാം. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC = BL എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് ലൈനും ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിഫറൻസ് കർവും തുല്യമായിട്ട് വരുന്ന പോയിന്റിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ഉണ്ടാവുക. എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ്. ഓക്കെ, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഈ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? തുല്യമാവുക അല്ലെങ്കിൽ സമമാവുക എന്നൊക്കെയാണ്. ഓക്കെ, തുല്യമാവുന്നത്. ബജറ്റ് ലൈനും അതേപോലെ ഇൻഡിഫറൻസ് കർവും തുല്യമായിട്ട് വരുന്ന പോയിന്റ് ഏത് മാത്രമേ ഉള്ളൂ? നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരേ ഒരു പോയിന്റ് ഏതാണ്? E എന്ന് പറഞ്ഞ പോയിന്റ് ആണല്ലേ. അറ്റ് ഇക്വിലിബ്രിയം അഥവാ അറ്റ് E എന്ന് പറഞ്ഞ പോയിന്റിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? ബജറ്റ് ലൈൻ ഈസ് ടാൻജന്റ്. ഓക്കെ, ബജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദി ഇൻഡിഫറൻസ് കർവ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒരു കൺസ്യൂമർ അദ്ദേഹത്തിന്റെ ഇൻകം ഉപയോഗിച്ച്, ഇൻകമാണല്ലോ നമ്മൾ ബജറ്റ് ലൈനിൽ കാണിക്കുന്നത്, ആ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് IC2-ലെ E എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ E എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇക്വിലിബ്രിയം വരിക. അപ്പോൾ എന്തുകൊണ്ടാണ് സാറേ P-യിലും അതേപോലെ സാറേ പറഞ്ഞ പോലെ ഈ P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നത് എന്താ ഇക്വിലിബ്രിയം ആവാത്തത്? രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നില്ലേ, പിന്നെ എന്താ ഇക്വിലിബ്രിയം ആവാത്തത്? പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ടാൻജന്റ് എന്ന് പ്രത്യേകം പറഞ്ഞെന്തറിയോ? ഈക്വൽ ആയ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലെ വെൻ ബജറ്റ് ലൈൻ ഈക്വൽ ടു IC കർവ് എന്ന് പറഞ്ഞാൽ പോലെ, അതുപോലെ ടാൻജന്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ബജറ്റ് ലൈനിന്റെ പ്രത്യേകതയും അതേപോലെ ഇൻഡിഫറൻസ് കർവിന്റെ പ്രത്യേകത നിൽക്കാം. ഒരു ബജറ്റ് ലൈനിൽ 2 ഇൻഡിഫറൻസ് കർവ് ഉള്ളൂ അല്ലേ. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവ് 100 ഉണ്ടെന്ന് വിചാരിക്കാം, IC നമ്പർ 100 ആണെന്ന് വിചാരിക്കുക. ഈ 3 ഇൻഡിഫറൻസ് കർവിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഏതിലാണ് കിട്ടുക? 1-ലാണോ 2-ലാണോ അതോ 100-ാമത്തേനാണ് കിട്ടുക? 100-ാമത്തേലാണ് കിട്ടുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹയർ IC ഷോസ്
ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേ കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. രണ്ട് കർവുകളുണ്ട്, IC1 ഉണ്ട്, IC2 ഉണ്ട്. ഇതിൽ ഏറ്റവും ഹയർ IC ഏതാണ്? IC എന്ന് പറയുന്നത് ഈ പറഞ്ഞ IC2 ആണ്. അപ്പം അതിന് തുല്യമായിട്ട് വരുന്ന പോയിന്റാണ് E എന്ന് പറയുന്നത്. പക്ഷേ P എന്ന് പറഞ്ഞ Q എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകം എന്താണ്? അതിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, പക്ഷെ അത് മാക്സിമം അല്ല. ഓക്കെ, അറ്റ് E പറയുന്നതും E എന്ന് പറഞ്ഞതും P ആൻഡ് Q, ഓക്കെ, നോട്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തല്ല, അത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല. പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി അദ്ദേഹത്തിന് അവിടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൺസ്യൂമറിന് അദ്ദേഹത്തിൻ്റെ ഇങ്ക് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സംതൃപ്തി അവിടെ കൈവരിക്കാൻ സാധിക്കില്ല. അപ്പോൾ കൈവരിക്കാൻ പറ്റുന്ന പോയിന്റാണ് നമ്മൾ എന്താ പറയുക, E എന്ന് പറഞ്ഞ പോയിന്റ് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺസ്യൂമർ ഇക്വിലിബ്രിയം. നിങ്ങൾ ആകെ മാർക്കേണ്ട കാര്യത്തിലുള്ളൂ. എന്നിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതിക്കുക. ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് എ പോയിന്റ് വേർ കൺസ്യൂമർ ക്യാൻ എൻജോയ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഹിസ് ഇൻകം ആൻഡ് ഇറ്റ് ഈസ് എ പോയിന്റ് വേർ ബജറ്റ് ലൈൻ ഈസ് ടാൻജന്റ്. എന്താ പറഞ്ഞാൽ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, ടാൻജന്റ് ടു ദി എന്ന് പറഞ്ഞാൽ എന്താണ്, തുല്യമാവുക, അല്ലെങ്കിൽ സ്പർശിക്കുന്ന അതിൻ്റെ അർത്ഥം അല്ലേ. സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്ത് പോയാൽ മാത്രം മതി അല്ലേ. അപ്പം അങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നതിന് നമ്മൾ എന്താ പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബജറ്റ് ലൈൻ ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതാണ് E എന്ന് പറയുന്ന പോയിന്റാണ് സംഭവിക്കുന്നത്, ഓർത്തുക. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് അറിയപ്പെടുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്നറിയപ്പെടുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈസ് റേഷ്യോ. ഏതാണ്? പ്രൈസ് റേഷ്യോ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രൈസ് റേഷ്യോയും അതേപോലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈൻ തുല്യമാവുന്ന പോയിന്റിലാണല്ലോ ഇക്വിലിബ്രിയം സംഭവിക്കുക. അതായത് ഞാനിവിടെ വരച്ചേക്കാൻ നോക്കിയേ, ഈ ഒരു പോയിന്റ് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ഇക്വിലിബ്രിയം സംഭവിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഈ രണ്ട് സ്ലോപ്പുകളും തുല്യമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ MRS വിൽ ബി ഈക്വൽ ടു പ്രൈസ് റേഷ്യോ. ഓക്കെ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വിൽ ബി ഈക്വൽ ടു പ്രൈസ് റേഷ്യോ. പ്രൈസ് റേഷ്യോക്ക് തുല്യമായിരിക്കും അല്ലേ. പ്രൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈസ് റേഷ്യോ ഇസ് ഈക്വൽ ടു, പ്രൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് കാണാനായിരുന്നു, -P1 ഡിവൈഡഡ് ബൈ P2 എന്നാണ്. ഇനി MRS നമ്മൾ പഠിച്ചിട്ടുണ്ട്. MRS എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ X2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ Y ബൈ ഡെൽറ്റ X എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഡെൽറ്റ Y ബൈ ഡെൽറ്റ X വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി കൊടുക്കാം, ഡെൽറ്റ X2 ഡിവൈഡ് ബൈ ഡെൽറ്റ X1 എന്ന് പറഞ്ഞിട്ടും കൊടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും തുല്യമായിട്ട് വരുന്ന പോയിന്റ് എന്തായിരിക്കും? MRSും പ്രൈസ് റേഷ്യോയും തുല്യமான പോയിന്റ് എന്തായിരിക്കും? MRS എന്ന് പറഞ്ഞാൽ തന്നെ ഞാനിവിടെ മാറ്റി എഴുതാണ് ഡെൽറ്റ Y ബൈ ഡെൽറ്റ X എന്ന് പറയുന്നതിന് തുല്യമായിരിക്കും, -P1 ഡിവൈഡഡ് ബൈ P2 തുല്യമായിരിക്കും. ഈ ഒരു റിലേഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. കാരണം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഈ പറഞ്ഞ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് X ഡിവൈഡ് ബൈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് Y ആണെന്ന് അല്ലേ. അപ്പോൾ ഡെൽറ്റ Y ബൈ ഡെൽറ്റ X എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഡെൽറ്റ Y ബൈ ഡെൽറ്റ X എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് X ഡിവൈഡ് ബൈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് Y എന്നാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം dy/dx എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ഡെൽറ്റ Y ബൈ ഡെൽറ്റ X എഴുതിയിട്ടുള്ളത്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് X ഡിവൈഡ് ബൈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് Y. ഈ X Y എന്താണ്, രണ്ട് ഗുഡ്സ് ആണ് അല്ലേ. X Y എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഗുഡ്സ് ആണ്. X, Y എന്ന് പറയുന്നത് എന്താണ്, 2 ഗുഡ്സ് ആണ്. രണ്ട് വസ്തുക്കളെയാണ് നമ്മളിവിടെ Xും Y ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും റിലേഷൻസ് കൂടി നിങ്ങൾ അതിൽ പഠിച്ചിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞ ബജറ്റ് ലൈൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഡിഫറൻസ് കർവിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബജറ്റ് ലൈൻ്റെ ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഇത്രയും കാര്യമാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റിൽ വരുന്നത്. നോക്കി നിങ്ങൾ ആദ്യം ബജറ്റ് ലൈൻ വരക്കുന്നു, നമ്മളതിന് പേര് കൊടുത്തു BL എന്ന് പേര് കൊടുത്തു. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, ടാൻജന്റ് ആയിട്ടൊരു ഇൻഡിഫറൻസ് കർവ് പോകുന്നു, നമ്മൾ അതിന് പേരെന്ത് കൊടുത്തു, IC എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ. ഇനി അങ്ങനെയാണ് മക്കളെ, ഞാനിവിടെ ഓൾറെഡി സർപ്രൈസ് ആക്കി വെച്ചാൽ പക്ഷെ അറിയാതെ കൈതട്ടി പെട്ടെന്ന് വന്നല്ലേ. അപ്പോൾ നോക്കിയടാ, നിങ്ങൾക്കുള്ള ക്രിസ്മസിന്റെ സമ്മാനം കേട്ടോ, എൻ്റെ വക നിങ്ങൾക്ക് ഞാൻ ക്രിസ്മസ് സമ്മാനം തരുന്നുണ്ട്. സാധാരണ സാന്റാക്ലോസ് സമ്മാനം തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വക ക്രിസ്മസിന്റെ സമ്മാനം ഞാനായിട്ട് തരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കൊള്ളടാ, എന്താണ് സമ്മാനം എന്ന് വെച്ചാൽ പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞ കൺസ്യൂമേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും അതേപോലെ പ്രൊഡ്യൂസറിനെ കുറിച്ച് പഠിക്കാൻ എന്ത് മതി, പരസ്പരം കമ്പയർ ചെയ്യാൻ പറയാറുണ്ട് അല്ലേ. കമ്പയർ ചെയ്ത് പഠിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്. അപ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പരസ്പരം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതേപോലെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയവും ഉണ്ടാവും. ഓക്കെ, പരീക്ഷയ്ക്ക് ഒരു പക്ഷേ കൺസ്യൂമർ ഇക്വിലിബ്രിയം തന്നരാതെ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം ചോദിച്ചെന്ന് വിചാരിക്കുക, എന്താ ചെയ്യുക, സാറ് പറ്റിച്ചു എന്ന് പറയും അല്ലേ. അങ്ങനെയല്ല, പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസ്യൂമർ
ഇക്വിലിബ്രിയം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് അവിടെ വേണ്ടത്? നമുക്കറിയുന്ന കാര്യങ്ങൾ എഴുതിയേക്കാം. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന് എന്തൊക്കെ വേണം? ബജറ്റ് ലൈനും വേണം, അതേപോലെ ഇൻഡിഫറൻസ് കർവും വേണം അല്ലേ. ബജറ്റ് ലൈൻ എന്തായിരിക്കും? ബജറ്റ് ലൈൻ ഈക്വൽ ടു ഇൻഡിഫറൻസ് കർവാണ്. സ്ലോപ്പ്, ബജറ്റ് ലൈൻ്റെ സ്ലോപ്പാണ് -P1/P2 എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കും? MRSന് തുല്യമായിരിക്കും, അഥവാ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അഥവാ നമ്മളതിന് പറഞ്ഞവരാണ് Δy/Δx തുല്യമായിരിക്കുന്നത് അല്ലേ. ആ ഒരു കാര്യമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി കർവ് കൂടി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ തീർന്നു. ഇൻഡിഫറൻസ് കർവ്, ബജറ്റ് ലൈൻ, ഇത്രയുള്ള പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ. ഇനി ഇതേ കാര്യം പ്രൊഡ്യൂസറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഒപ്റ്റിമം എന്നൊക്കെ പറയാറുണ്ട്, പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പരീക്ഷയ്ക്ക് പൊതുവെ എന്ത് ചെയ്യാറില്ല, ഇതങ്ങനെ ചോദിച്ചിട്ടില്ല. ഇനി കൺസ്യൂമർ ഇക്വിലിബ്രിയം പഠിച്ച് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം പഠിച്ചിട്ടില്ല എങ്കിൽ വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കാര്യം കൊണ്ട് പഠിക്കാൻ പറ്റും. പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പം ഒരു പ്രൊഡ്യൂസറിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐസോ കോസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഐസോ കോസ്റ്റ് പറഞ്ഞാൽ ഐസോ കോസ്റ്റ് ലൈൻ പഠിച്ചിട്ടുണ്ട്, അഥവാ കോസ്റ്റ് ഒരുപോലെ വരുന്ന ലൈനാണ് ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഐസോ കോസ്റ്റ് ലൈൻ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു? ഐസോ കോസ്റ്റ് ലൈൻ നമ്മൾ ഐസോ കോസ്റ്റ് ലൈൻ തന്നെ എഴുതുന്നു. ഓക്കെ, നമ്മൾ തൽക്കാലം അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് പേര് കൊടുക്കുന്നത് ഐസോ കോസ്റ്റ് ലൈൻ IL എന്ന് എഴുതിയേക്കുന്നു. ഓക്കെ ആണല്ലോ, ഐസോ കോസ്റ്റ് ലൈന്. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോകോണ്ടും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഐസോകോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഐസോകോൺ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ IC കർവിൻ്റെ അളിയനായിട്ട് വരും, അല്ലെങ്കിൽ IC കർവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഐസോകോണ്ട്. ഒരേപോലുള്ള ക്വാണ്ടിറ്റി തന്നെ നമ്മളതിനെ IQ എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ പറഞ്ഞ ഐസോ കോസ്റ്റ് ലൈനും നമ്മൾ ഈ പറഞ്ഞ ഐസോ കോസ്റ്റ് ലൈനും അതേപോലെ IQയും തുല്യമായിട്ട് വരുന്ന പോയിന്റാണ് പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ കർവ് ഇതേ കോൺസെപ്റ്റ് തന്നെ വരിക. ഓക്കെ, ഒറ്റ മാറ്റം. ഇതെന്താണ്? ഐസോ കോസ്റ്റ് ലൈനാണ്. ഇവിടെ ടച്ച് ചെയ്ത് പോകുന്ന പോയിന്റ്, ഇവിടെ ടച്ച് ചെയ്ത് പോകുന്ന ഈ പോയിന്റ് എന്താണ്? ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സംഗതി സിമ്പിളാണ്. ബജറ്റ് ലൈന് പകരം ഐസോ കോസ്റ്റ് ലൈന് മാത്രമേ ഉള്ളൂ. ഇൻഡിഫറൻസ് കർവിന് മാത്രം ആര് വന്നു? ഐസോകോണ്ടുകൾ വന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐസോകോണ്ടിന്റെ സ്ലോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന MRTS പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് MRTS. ഓക്കെ, MRTS എന്തിൻ്റെ സ്ലോപ്പാണ്? ഈ പറഞ്ഞ ഐസോ കോസ്റ്റ് കർവല്ല, ഐസോകോണ്ട് കർവിൻ്റെ സ്ലോപ്പാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസോ കോസ്റ്റ് ലൈനും അതേപോലെ തന്നെ ഐസോകോൺ കർവും ഓക്കെ ഇത് തുല്യമായിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യാറില്ലേ? പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം പറയാറില്ലേ. അപ്പോൾ പൊതുവേ ഇത് ചോദിച്ചു കണ്ടില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ക്രിസ്മസ് സമ്മാനം എന്ന് പറഞ്ഞാൽ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റുകൾ നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചത്. അപ്പോൾ വീണ്ടും പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ എല്ലാവരെ കൊണ്ടും സാധിക്കട്ടെ എന്നൊരു വിശ്വാസത്തോടു കൂടി തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. വീണ്ടും കാണുമെന്നൊരു വിശ്വാസത്തോടു കൂടി ഇറ്റ് മീൻസ് Al7 PS signing out from EduBoard. Bye.